അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ കൗമാരപ്പട പാകിസ്ഥാനെ നേരിടാനിറങ്ങുന്നു. സൂപ്പർ സിക്സ് പോരാട്ടത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം കാണാൻ ആവേശത്തിലാണ് ആരാധകർ. സൂപ്പർ സിക്സിൽ കഴിഞ്ഞ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യയുടെ വരവ്. ടൂർണമെന്റിൽ ഇതുവരെ പരാജയമറിയാതെ മുന്നേറുന്ന ഇന്ത്യ പാകിസ്ഥാനോട് കണക്ക് തീർക്കാൻ ഒരുങ്ങിയാണ് ഇന്നിറങ്ങുക. ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഏൽക്കേണ്ടി വന്ന 191 റൺസിന്റെ കനത്ത തോൽവിക്ക് പകരം വീട്ടാനുള്ള അവസരമാണ് ഇന്ത്യക്ക് ഇന്ന് ലഭിക്കുക. ഇന്നത്തെ പോരാട്ടം ഇരു ടീമുകൾക്കും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്ക് സെമിഫൈനലിൽ കടക്കണമെങ്കിൽ ഇന്ന് പാകിസ്ഥാനെതിരെ വിജയം വേണം. പാകിസ്ഥാന് മുമ്പിൽ ഇന്ത്യ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യ സെമി കടക്കണമെങ്കിൽ മറ്റ് ടീമുകളുടെ മത്സരഫലം കാത്തിരിക്കണം. നിലവിൽ 3 ടീമുകൾ സെമി ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ടീമിന് മാത്രമാണ് സെമിയിലെത്താനുള്ള അവസരമുള്ളൂ. ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ഇംഗ്ലണ്ട് എന്നീ ടീമുകളാണ് സെമി കളിക്കാൻ യോഗ്യത ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി സെമിയിൽ യോഗ്യത നേടുന്ന 4ാമത്തെ ടീമിനെ ഇന്നറിയാം. സൂപ്പർ താരം വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. കൂടാതെ സ്ഥിരതയാർന്ന പ്രകടനത്തോടെ അഫ്യാൻ കുഡുവും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ക്യാപ്റ്റൻ ആയുഷ് മാത്ര ഫോമിലെത്തിയത് ഇന്ത്യക്ക് ആശ്വാസമായി. കഴിഞ്ഞ മത്സരത്തിൽ വിഹാൻ മൽഹോത്ര സെഞ്ചുറി നേടിയതും ഇന്ത്യക്ക് പ്രതീക്ഷ തന്നെയാണ്. മലയാളി താരമായ ആരോൺ ജോർജ് ഫോമിലെത്താത്തതാണ് ഇന്ത്യക്കുള്ള നിരാശ.